ഇമോഷണൽ റെഗുലേഷൻ. ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ സെൽഫ് സൂതിങ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് ഇമോഷണൽ റെഗുലേഷൻ. പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ കണ്ടീഷൻസിലും ഇമോഷണൽ റെഗുലേഷൻ വളരെ ബുദ്ധിമുട്ടായിട്ട് ക്ലയൻസ് പലരും തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇമോഷണൽ റെഗുലേഷൻ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡി സെൻസേഷൻസ് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ഹാർട്ട് റേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈ ഷേക്ക് ചെയ്യുന്നുണ്ടോ, നമുക്ക് തലവേദനിക്കുന്നുണ്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡീപ്പ് ബ്രീതിങ്, അതുപോലെ തന്നെ ഗ്രൗണ്ടിങ് എക്സസൈസ് തുടങ്ങിയ ചില ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ബോഡി സെൻസേഷൻസ് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്, നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന സിറ്റുവേഷൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ടെക്സ്റ്റ് ചെയ്തില്ല, അതിൻ്റെ അർത്ഥം ഹീ സ്റ്റാർട്ടഡ് ഹേറ്റിംഗ് മീ, ഹീ ഡസൻറ്റ് ലൈക്ക് മീ എനിമോർ. അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തില്ല, കോളേജിൽ പോകാൻ തുടങ്ങിയ പിന്നെ അവൾക്ക് ചിലപ്പോൾ അവിടെ വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ മനസ്സ് പറയുന്ന നമ്മുടെ കഥ നമ്മൾ തന്നെ ഒന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്, നമ്മുടെ ട്രോമ ബ്രെയിനിനെ നമ്മൾ അക്നോളജ് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. എന്താണ് ഈ ട്രോമ ബ്രെയിൻ? വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ, പാസ്റ്റിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ നമ്മുടെ അമ്മ എപ്പോഴും ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛൻ സമയം തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു കളിക്കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമ്മളെ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവും. എന്തെടുത്താലും നമ്മളെ മാത്രം കുറ്റം പറയുന്ന ഒരു കണക്ക് ടീച്ചർ നമുക്ക് ഉണ്ടായെന്നിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വല്യമ്മ, ഒരു വല്യച്ഛൻ നമ്മളെ ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളാണ്, കഴിവില്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ട്രോമ ബ്രെയിനിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. ആ ട്രോമ ബ്രെയിൻ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളെ പണ്ട് ഇഗ്നോർ ചെയ്ത ആൾക്കാരല്ല ഇപ്പം നമ്മുടെ ലൈഫിലുള്ളത്. നമ്മളെ ഇപ്പോൾ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ലൈഫിലുള്ളത് എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് നമ്മൾ നടത്തണം. ദീസ് ആർ സം ഓഫ് ദ വെരി സിമ്പിൾ സ്റ്റെപ്സ് ഓഫ് ഇമോഷണൽ റെഗുലേഷൻ. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കില്ല വർക്കൗട്ട് ചെയ്യേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ നിങ്ങളുടെ ഇൻഡിവിജ്വൽ നീഡ്സ് ഹാർബർ ചെയ്യുന്ന രീതിയിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ആവശ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, BSc, MSc, MPhil, PhD. Have a great day ahead.